എക്സ് ആൻഡ് വൈ ലേണിംഗ് തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ആരെയാണ് നമുക്ക് ഫാക്കൽറ്റീസായി വേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓഫർ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. ആ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ കേരളത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ഓരോ കുട്ടിയെയും ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അവിടെ ജനറലി നമ്മൾ ഇവിടെ എൻട്രൻസ് കോച്ചിങ്ങിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ഈവൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജനറലി ഒരു എൻട്രൻസ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. അവർ 11th and 12th അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഇതിലെല്ലാം പ്രാഗൽഭ്യമുള്ള ആളുകളായിരിക്കും. പക്ഷെ അവരെ നേരെ പിടിച്ച് നമുക്ക് 8th or 9th ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത്. ഓക്കെ, രണ്ടാമത് ഇപ്പോൾ പല ഫൗണ്ടേഷൻ പ്രോഗ്രാം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കോട്ടയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല മെറ്റീരിയൽസും വരുത്തുന്നു. ആ മെറ്റീരിയൽസ് പഠിപ്പിക്കാൻ സാധാരണ അധ്യാപകരെ അവർ നിയോഗിക്കുന്നു. ഇനിയുള്ളത് നോർമൽ ട്യൂഷനാണ്. ആ ട്യൂഷൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കുന്ന ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനോ അവർക്ക് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ, അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലെവൽ ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാവുന്ന ഒരു എക്സ്പെർട്ടീസിലോട്ട് കുട്ടികളെ എത്തിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആലോചിച്ചത്, നമുക്ക് എന്തുകൊണ്ട് ഈ എക്സാമുകൾ എഴുതിയിട്ടുള്ള നമ്മുടെ JEE അല്ലെങ്കിൽ നീറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ എക്സാമുകളിലൂടെ കടന്നുപോയി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളിൽ പഠിച്ച് കഴിഞ്ഞ ആളുകളെ എന്തുകൊണ്ട് നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് നമുക്ക് നിയോഗിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. അതോടൊപ്പം നമ്മുടെ ഒരു ഓവറോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ഉള്ളൊരു മെറ്റീരിയൽസ്, കടിച്ചാൽ പൊട്ടാത്തൊരു മെറ്റീരിയൽസ് നമ്മുടെ കുട്ടികൾക്ക് പേര് മാറ്റി കൊടുക്കുക എന്നുള്ളതല്ല വേണ്ടത്. എന്നാൽ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അനുയോജ്യമായ രീതിയിലുള്ള ഒരു സിലബസും കരിക്കുലവും അവരുടെ സ്കൂളിനോട് അലൈൻ ചെയ്ത രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ എക്സ് ആൻഡ് വൈയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവർ ഏതെങ്കിലും ഒരു നോർമൽ കോളേജിൽ നിന്ന് ഡിഗ്രി നേടിയിട്ടുള്ള ആളുകളല്ല. അതേപോലെ തന്നെ അവർ +1 +2 എൻട്രൻസിൽ പഠിപ്പിക്കുന്ന, എന്നിട്ട് എങ്ങനെ ഒരു 8, 9 അല്ലെങ്കിൽ 6, 7 ക്ലാസ്സിലെ കുട്ടികളോട് പഠിപ്പിക്കണം, അവരോട് എങ്ങനെ ഇടപെടണം, ജെൻ ആൽഫയോട് എങ്ങനെ അവരെ പഠിപ്പിക്കണം എന്ന് അറിയാത്ത ആളുകളുമല്ല. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു JEE പോലെയുള്ള, നീറ്റ് പോലെയുള്ള, CUET പോലെയുള്ള ഇന്ത്യയിലെ വളരെ ടഫായിട്ടുള്ള മത്സര പരീക്ഷകൾ എഴുതി ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും. ഇതൊരു ഓൺലൈൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ ഫാക്കൽറ്റീസിനെ നിയോഗിക്കുന്നിടത്ത് വളരെ കണിശമായിട്ടുള്ളൊരു ക്വാളിറ്റി ചെക്ക് നമ്മൾ നടത്തുന്നുണ്ട്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് എക്സ് ആൻഡ് വൈയിലെ ഫാക്കൽറ്റീസ് ആരെല്ലാമാണ്, അവരെവിടെയാണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഹിയർ ഈസ് ദ ഫാക്കൽറ്റി ടീം ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. നിങ്ങൾ തന്നെ നമ്മുടെ ടീമിൻ്റെ ക്വാളിറ്റിയെ ജഡ്ജ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ മുഹമ്മദ് അജ്മൽ, CEO. ഞാൻ ഇടയ്ക്ക് മാത്സും എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഐ എം എൻ അലുമിനസ് ഓഫ് IIT Madras. Then we have Fawaz OP, CEO of X and Y Learning, alumnus of IIT Madras and IIM Kolkata. Ladida Nasreen, Chief Experience Officer, X and Y Learning, alumnus of IIT Madras and NIT Calicut. Dr. Abdullah Basil CP, Academic Head of X and Y Learning, alumnus of Government Dental College, Alappuzha. Niyaz Kuriyadan, alumnus of CUSAT, നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ഷഫീർ സാർ, അക്കാഡമിക് ഹെഡ് ഓഫ് എക്സ് ആൻഡ് വൈ JEE പ്രോഗ്രാം, അലുമിനസ് ഓഫ് IIT മദ്രാസ്. ഷാക്കിർ, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി, അലുമിനസ് JMI ഡൽഹി. അഫ്തർ സർ, സയൻസ് ഫാക്കൽറ്റി, അലുമിനസ് HNBGU ഉത്തരാഖണ്ഡ്. മെഹ്ഷാൻ, മാത്ത് ഫാക്കൽറ്റി, അലുമിനസ് NIT കാലിക്കറ്റ്. റൌഫ്, ഫിസിക്സ് ഫാക്കൽറ്റി, ഐസർ പുനെ അലുമിനസ് ആണ്. ഷമീം, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി, NIT കാലിക്കറ്റ് അലുമിനസ് ആണ്. കൂടെ ഹവാസ് KV, നമ്മുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, അലുമിനസ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി. ചീഫ് സെയിൽസ് ഓഫീസർ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്, യാസിൻ ആത്തിഫ്, അലുമിനസ് ഓഫ് NIT കാലിക്കറ്റ്. അൻഷ അഷ്റഫ്, സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി, അലുമിനസ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി. നജാത്ത് T, പ്രൊഡക്റ്റ് മാനേജർ, അലുമിനസ് ഓഫ് NIT കാലിക്കറ്റ്. ഷഹീം അഷ്റഫ്, നമ്മുടെ എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്, MA സൈക്കോളജി ഫ്രം ഒസ്മാനിയ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്. സോ ദിസ് ഈസ് ദ ടീം എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ള, അതോടൊപ്പം അവരുടെ സബ്ജക്റ്റുകൾ കുട്ടികളിലോട്ട്
വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ള, അതോടൊപ്പം നല്ല സബ്ജക്ട് നോളജ് ഉള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൊമൈനിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളാണ് നമ്മുടെ ഈ ടീമിനെ നയിക്കുന്നത്. ഇവരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടിലൂടെയാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എവിടെന്നെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങൾ എടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ കരിക്കുലം, ഓരോ പാഠങ്ങളും, അതിലുള്ള ഓരോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും വളരെ കെയർഫുള്ളി ഡിസൈൻഡ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് സിസ്റ്റം, അതിലെ മെന്റർഷിപ്പ് ഈ ഒരു ടീം വളരെ കെയർഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളക്റ്റീവ് എഫേർട്ടിലൂടെ ആണ് നമ്മൾ X&Y ലേണിംഗ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. കേവലം 50 സ്റ്റുഡൻസിൽ നിന്ന് തുടങ്ങിയ ഈ പ്ലാറ്റ്ഫോം ഇന്ന് 5000-ലധികം വിദ്യാർത്ഥികളിൽ എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള നല്ലൊരു ടീം വർക്കിന്റെ ഫലമായിട്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് കേവലം നമ്മൾ ഓഫർ ചെയ്യുന്ന കേവലം ഒരു വേർഡ് മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ തന്നെ, നമ്മുടെ ഫാക്കൽറ്റീസിൽ, നമ്മുടെ മെന്റർഷിപ്പിലെല്ലാം ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ വെൽക്കം ടു X&Y ലേണിംഗ്. തീർച്ചയായിട്ടും X&Y ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 6 മുതൽ 10 വരെ ഉള്ള നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ നൽകാം. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലിംഗ് ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ടീം ആൻഡ് വെൽക്കം ടു X&Y ലേണിംഗ്.